അയ്യപ്പെട്ട ബി അശോക് IAS അദ്ദേഹത്തിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് വളരെയധികം വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അദ്ദേഹം എന്തായാലും പൊരുതി ജയിച്ചു എന്ന് തന്നെ പറയാം. ആ നിയമനം റദ്ദാക്കിയിരിക്കുന്നു. എന്താണ് അതിലൊരു ആകെത്തുക എന്ന് പറയാൻ? പ്രജിത, ഇതിനകത്ത് ഈ സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാമതൊരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ, അതായത് ഒരു ഭരണചക്രം എന്ന് പറയുമ്പോൾ വെറും മന്ത്രിമാർ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. കഴിവും പ്രാഗൽഭ്യവുമുള്ള IAS ഉദ്യോഗസ്ഥരും IPS ഉദ്യോഗസ്ഥരും കൂടെ ചേർന്നാലേ ഈ ഭരണചക്രം ഉരുണ്ടു പോകത്തുള്ളൂ. പിന്നെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരും മന്ത്രിമാരുടെ ഓഫീസിലൊക്കെ ഉണ്ടെങ്കിൽ, കാര്യം സാധാരണ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അത്തരത്തിൽ ഉണ്ടാകാറുള്ളതാണ് പതിവ്. പക്ഷെ പതിവിന് വിപരീതമായി നാളിതുവരെ ഒരു കോൺഗ്രസിൻ്റെ ഭരണത്തിലോ അല്ലെങ്കിൽ CPM-ൻ്റെ ഭരണത്തിലോ ഉണ്ടാകാത്ത തരത്തിൽ IAS തലപ്പത്തും അതുപോലെ തന്നെ IPS തലപ്പത്തും വല്ലാത്ത മുറിവുറുപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ കാരണം കാലാകാലങ്ങളായി കേരളത്തിൻ്റെ ആ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 5 കൊല്ലം ഒരു രാഷ്ട്രീയ പാർട്ടിയും അടുത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ് വരാറുള്ളത്. അപ്പോൾ ഇത്രയും വളർച്ചയായിട്ട് ഞാൻ പോകുന്നില്ല. ഇതിനകത്ത് കൃഷി വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന IAS അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഡോക്ടർ B അശോക്. അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന വകുപ്പിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റിയിട്ട് അദ്ദേഹത്തിന് തദ്ദേശ ഭരണപരിഷ്കാര കമ്മീഷൻ ഉപാധ്യക്ഷൻ കമ്മീഷൻ അധ്യക്ഷനായാണ് അദ്ദേഹത്തിനെ നിയമിച്ചത്. തദ്ദേശ ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അത് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതായത് തദ്ദേശ വകുപ്പിൻ്റെ ഭരണപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു ഏകാംഗ കമ്മീഷനാണ്. അദ്ദേഹമാണ് കമ്മീഷൻ എന്ന് പറയണമെങ്കിൽ അദ്ദേഹം ഒരു ഏകാംഗ കമ്മീഷനാണ്. അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് ഈ വരുന്ന തദ്ദേശ ഇലക്ഷന് മുമ്പ് തദ്ദേശങ്ങളിലെ ആൾക്കാരിൽ അവരുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ചില നമ്പറുകൾ ഇറക്കാൻ വേണ്ടി സർക്കാർ ഇറക്കിയ ഒരു കമ്മീഷനാണ്. തട്ടിക്കൂട്ട് കമ്മീഷനാണ്. അതിനൊരു ഓഫീസ് ഉണ്ടായിരുന്നില്ല, ഇദ്ദേഹത്തോട് ചില കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വിയോജിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കും. തീർച്ചയായിട്ടും. കാര്യം കഴിവും എഫിഷ്യൻസിയും നട്ടല് വളയാത്തതുമായ ഉദ്യോഗസ്ഥരോടൊക്കെ ഏത് കക്ഷിയിലെയും നേതാക്കൾക്ക് അല്ലെങ്കിൽ ചില ഈഗോ പിടിച്ച രാഷ്ട്രീയക്കാർക്കൊക്കെ ഉണ്ടാകുന്ന ദേഷ്യവും വിരോധമൊക്കെ ഉണ്ട്. ഈ കളക്ടർ ബ്രോയുടെ പ്രശാന്തിന്റെ ഗുരുസ്ഥാനീയനാണ്. പ്രശാന്ത് ഒരു കഴിവുള്ള IAS കാരൻ തന്നെയാണ്. ഇപ്പൊ ജയതിലകും പ്രശാന്ത് തമ്മിലുള്ള വിഷയം ഇങ്ങനെ കാട് കയറി നിൽക്കുവാണ്. അപ്പൊ ആ അവസരത്തിലാണ് ഈ B അശോക് എന്ന് പറയുന്നത് അദ്ദേഹത്തോട് ചോദിക്കുക പോലും ചെയ്യാതെ അദ്ദേഹം കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു വകുപ്പ് മേധാവി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മന്ത്രി ബഹുമാനപ്പെട്ട പ്രസാദാണ് കൃഷി മന്ത്രി. പ്രസാദ് നല്ലൊരു മനുഷ്യനാണ്. അത്യാവശ്യം ആദർശവും P പ്രസാദ് CPI-കാരുടെ ആദർശവും സംശുദ്ധിയും ഒക്കെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഇത്തരത്തിൽ കൃഷി വകുപ്പിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോട്, അതും IAS തലപ്പത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ, അവരുടെ അസോസിയേഷന്റെ നേതാവ്, അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് ഒരു ഇത് ചോദിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺസേൺ എടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാറ്റമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിയെ അറിയിക്കണം. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നു നിങ്ങൾ അങ്ങോട്ട് മാറിക്കോളൂ എന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുമ്പോൾ കൃഷി വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന അശോക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അത് മാറുന്നതിന് ബുദ്ധിമുട്ടാകും. കാരണം കൃഷി വകുപ്പിൽ അദ്ദേഹം തുടങ്ങി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. CPI-യിൽ പിന്നെ പ്രസാദ് മിനിസ്റ്റർക്ക് അദ്ദേഹം വഴി നല്ല പേരുണ്ടായിട്ടുണ്ട്. അതായത് ഇതിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ കേട്ടോ, ലോകബാങ്കിന്റെ 1655.85 കോടി വായ്പ കിട്ടുന്ന 2365.5 കോടിയുടെ കേര പദ്ധതി, ആ കേര പദ്ധതിയിലെ ഉന്നത പദവികൾക്കായിട്ട് വകുപ്പുകളിൽ തമ്മിലടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്, അതായത് B അശോക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ഇതൊന്നും താല്പര്യമില്ല. ഒരു വകുപ്പ് ആ വകുപ്പ് കൃത്യമായി കൊണ്ടുപോവുക എന്നുള്ളത്. പലരും ഈ വകുപ്പുകളിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ പാർട്ടി ബേസിലുള്ള നിയമനമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോ ആ രീതിയിലുള്ള തമ്മിലടി ഈ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാവുമ്പോൾ ഈ യൂണിയനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്തരത്തില് ഇപ്പോ പറഞ്ഞ വകുപ്പ് കേരഫെഡ് അല്ലെ, ആ പുതിയൊരു പദ്ധതി, അതിലെ ഉന്നത പദവികൾക്ക് വേണ്ടിയിട്ട് തമ്മിലടിയായി. അല്ല, ഇതിനകത്ത് ഉദ്യോഗസ്ഥ തലപ്പത്ത് ഇപ്പൊ തന്നെ പ്രശാന്ത് IAS അദ്ദേഹത്തിന് ജയതിലക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ, ഈ പറയുന്ന ഉദ്യോഗസ്ഥനൊക്കെ അവർക്ക് തമ്മിൽ ജയതിലകിന് എങ്ങനെയെങ്കിലും ചീഫ് സെക്രട്ടറി ആകണം. ചീഫ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഭരണത്തിലെ മന്ത്രിമാരുടെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ജയതിലക് അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാനായാൽ നിനക്കിട്ടുള്ള പണി ഉറപ്പാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പം നട്ടലുകളകത്ത് ഉദ്യോഗസ്ഥരെ ചില രാഷ്ട്രീയക്കാരായിട്ടുള്ള ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല. അത് ഈഗോ അങ്ങേയറ്റമുള്ള, നമ്മൾ ആ കാര്യത്തിലൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ടത് ഉമ്മൻചാണ്ടി സാറിനെയാണ്. ഉമ്മൻചാണ്ടി എന്ന ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ പൂവിട്ട് പൂജിക്കണം അദ്ദേഹത്തിനെ. അതുപോലെ K കരുണാകരൻ, EK നയനാർ, VS-നെ പിണറായിയുള്ള ഈഗോ ഇല്ല. പക്ഷെ VS കണ്ടെത്തിയ എത്രയോ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരുണ്ട്. ഇവർക്കൊക്കെ മറ്റൊരു കാര്യം ചേട്ടൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ചെറിയ അറിവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇവരൊക്കെ ഉദ്യോഗസ്ഥരെ ചേർത്ത് നിർത്തുമ്പോഴും ഉദ്യോഗസ്ഥരായി കണ്ട് ഒരു ഡിസ്റ്റൻസിൽ നിർത്തിക്കൊണ്ട് തന്നെ അവരെ സ്നേഹിക്കുകയും
അവരെ കൊണ്ട് നേടാനുള്ളത് നേടുക. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ അവർ പഠിച്ച കാര്യങ്ങൾ സർക്കാരിന്റെ ഭരണത്തിന് അവര് ഒരിക്കലും ഈ പറയുന്ന നേതാക്കളെ ഒന്നും ഭരിച്ചിട്ടില്ല, ഇല്ല, ഭരിക്കാൻ ഇട കൊടുത്തിട്ടില്ലെന്നല്ല. അവരുടെ സേവനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫയല് താഴ്ന്ന് എഴുതി വന്നു, സെക്ഷൻ ക്ലർക്ക് എഴുതി വന്നു, അല്ലെങ്കിൽ SO അത് നോക്കി, ഇപ്പോൾ ഒരു ഫണ്ട് അനുവദിക്കുന്നു, പ്രജിത കൊടുക്കുന്നു ഒരു ഫണ്ട്, എനിക്ക് ലൈഫ് മിഷൻ പ്രകാരം കിട്ടാനുള്ള തുകയിൽ വിഷയമുണ്ടായി സാർ, ആ തുക എനിക്ക് ഇത്ര കിട്ടിയതാണ്, പിന്നീട് എനിക്ക് അവിടുന്ന് ഉദ്യോഗസ്ഥർ തരുന്നില്ല, ഞാൻ ഇന്ന കാര്യങ്ങൾ നൽകിയിരുന്നു. ശരി, ഈ കത്ത് അവിടെ ചെല്ലുന്നു, ഈ കത്ത് കൺസേൺ സെക്ഷനിൽ ക്ലർക്കിന് ചെല്ലും, ക്ലർക്ക് അതിൻ്റെ ക്ലോസ് എഴുതും, സാർ ഇങ്ങനെ ഇതിനു മുമ്പ് വേറെ ബാക്ക് ഫയൽ എടുക്കും, സാർ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിന് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത് എന്നൊരു ക്ലോസ് എഴുതും. ഇങ്ങനെ പലതരത്തിൽ പല സീറ്റുകളിൽ പോയി അണ്ടർ സെക്രട്ടറി നോക്കി IAS ഉദ്യോഗസ്ഥർ തലപ്പത്തേക്ക് എത്തുമ്പോൾ IAS ഉദ്യോഗസ്ഥൻ തീരുമാനിക്കും ഇത് മന്ത്രി കാണേണ്ടതുണ്ടോ, ഞാൻ വരെ നോക്കിയാൽ പോരെ, എന്നിട്ട് അദ്ദേഹം ഇതിനൊരു ക്ലോസ് എഴുതും, ഇത് കൊടുക്കാവുന്നതാണ്, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നതല്ലേ, പിന്നെ എന്തിനു തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പറ്റും. ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിൽക്കുന്നെങ്കിൽ അദ്ദേഹം നേരെ മന്ത്രിയുടെ അടുത്ത് പോകും. അവിടെയാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന പദത്തിൻ്റെ പ്രയോഗം വരുന്നത്. പ്രിയത് പറഞ്ഞ പോലെ ചില ഉദ്യോഗസ്ഥർ കീപ് ഡിസ്റ്റൻസ് ഉണ്ടാവും, പക്ഷേ എങ്കിലും അവർ തമ്മിലൊരു ആത്മബന്ധം ഉണ്ടാകും. വകുപ്പ് മേധാവിയും അല്ലെങ്കിൽ വകുപ്പ് സെക്രട്ടറിയും മന്ത്രിയും തമ്മിലൊരു ആത്മബന്ധം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ വകുപ്പിലുണ്ടാകുന്നത്, ഇപ്പം നിങ്ങൾ ഒരു വകുപ്പ് മേധാവിയും മറ്റൊരാൾ നമ്മുടെ വേറെ മന്ത്രിയായിട്ട് ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുന്നതും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ടതും ഒന്നാണെങ്കിൽ അത് ഈക്വലായി, അവ കെമിസ്ട്രി വർക്കൗട്ടായി. അപ്പോൾ അത്തരത്തിൽ പോയൊരു ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന അശോക്. ഈ അശോകിനെ അവിടെ നിന്ന് മാറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു കൺസേൺ വേണം, അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ CPMൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കൈകടത്തലാണ്. ഞങ്ങളിതൊക്കെ പറയും. തദ്ദേശ മന്ത്രിയായ രാജേഷ് വന്നു, അപ്പോൾ രാജേഷ് വരുമ്പോൾ ഇത്തരത്തിലൊരു കമ്മീഷൻ വയ്ക്കുമ്പോൾ അടുത്ത തദ്ദേശ ഇലക്ഷൻ വരുന്നുണ്ട്. ഇന്ന് മലയാള മനോരമയിലൊക്കെ ഒരു വാർത്തയുണ്ട്, ഈ തദ്ദേശ ഇലക്ഷനുമായി തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. വോട്ട് കിട്ടണം, അതായത് തദ്ദേശ വകുപ്പ് സ്ഥാപനങ്ങൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫണ്ട് സ്വീകരിക്കാം, അവർക്ക് കൈമാറ്റം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കൈയിട്ട് വാരാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ടാക്കണം. എല്ലാം കൈയിട്ട് വാരലും കമ്മീഷനുമാണല്ലോ. ഇപ്പോൾ ഈ കാണുന്ന പൂജ്യതയും, ഇപ്പോൾ ഈ വോട്ട് ചോദിക്കുന്ന മാനവും അഭിമാനവും, നിങ്ങളെ കാണുമ്പോൾ, വോട്ടർമാരെ കാണുമ്പോൾ, നിലമ്പൂരുകാരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കലും അഹങ്കാരം കുറഞ്ഞുള്ള സംസാരവും ഒക്കെ, വോട്ട് കിട്ടി ജയിച്ചു കഴിയട്ടെ, ആ നിയമസഭയ്ക്കകത്ത് കയറി കഴിയട്ടെ, ഈ വോട്ടിട്ടവനോ അല്ലെങ്കിൽ വേറെ അപേക്ഷ കൊണ്ട് ചെല്ലുന്നവനെയോ പിന്നെ കീപ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഞാൻ നോക്കട്ടെ, വായിക്കട്ടെ, പഠിക്കട്ടെ, ഇങ്ങനെയൊക്കെയാവും സംസാരങ്ങൾ. നമ്മുടെ വീണ ജോർജ് പറയുന്ന പോലെ പരിശോധിക്കട്ടെ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ ഇത്തരത്തിൽ അശോക് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ ഇവർ മാറ്റിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ IAS തലപ്പത്ത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് ഈ പറയുന്ന ട്രൈബ്യൂണലുണ്ട്. ഈ ട്രൈബ്യൂണലിൽ അദ്ദേഹം പോയി. കേന്ദ്ര സർക്കാരിൽ ഇങ്ങനെ IASന് അങ്ങനെ ട്രൈബ്യൂണലുണ്ട്. അവരുടെ സർവീസ് ചട്ടങ്ങൾ പാലിക്കപ്പെടണം എന്നുള്ള ഒരു ട്രൈബ്യൂണലുണ്ട്. അങ്ങനെ ട്രൈബ്യൂണലിൽ പോകുമ്പോൾ അദ്ദേഹം ബാധിച്ചതെന്ന് പറഞ്ഞാൽ 1954 ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ അഖിലേന്ത്യാ സർവീസ് കേഡർ ചട്ടം 1954 വ്യവസ്ഥ ലംഘിച്ചു എന്ന് ഹർജിക്കാരൻ്റെ വാദം. അതായത് ഇദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കേഡർ പോസ്റ്റാണ്. ഈ കേഡർ പോസ്റ്റിൽ ഇരിക്കുന്ന അദ്ദേഹം, കേഡർ എന്ന് പറഞ്ഞാൽ സർക്കാർ അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു പോസ്റ്റ്, നിങ്ങൾ ഇതിൽ ഇരിക്കുമെന്ന്, ഈ കേഡർ പോസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിനെ ഡെപ്യൂട്ടേഷനിലേക്ക് മാറ്റുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസേൺ വേണം. ആ കൺസേൺ വാങ്ങിയില്ല. ഇത് തുടക്കം മുതൽ അദ്ദേഹം ഇത് പറഞ്ഞതാണ്, എൻ്റെ കൺസേൺ വാങ്ങാതിന് ചെയ്തതെന്ന്. അപ്പോൾ അദ്ദേഹം കേസിന് പോയി, അതിലെ തീരുമാനം വന്നു, അദ്ദേഹം പഴയ സ്ഥലത്ത് തന്നെ ഇരിക്കണമെന്നായി. പക്ഷേ അവിടെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു മറുപടി പൊളൈറ്റ് ആയിട്ടാണ്, സർക്കാർ നല്ല ഉദ്ദേശത്തോടെ ആകാം കമ്മീഷൻ രൂപീകരിച്ചത്, അങ്ങനെ അദ്ദേഹത്തിന് പറയാൻ കഴിയുള്ളൂ. പക്ഷേ അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾ അതിൽ പ്രയോഗിച്ചപ്പോൾ പിശക് പറ്റി. പിന്നെ അങ്ങനെയുള്ള തസ്തികയിൽ പ്രവേശിപ്പിച്ചാൽ എൻ്റെ സർവീസിനെ പ്രതികൂലമായി ബാധിക്കുന്നു എന്നതിനാലാണ് മന്ത്രിസഭാ തീരുമാനം ചോദ്യം ചെയ്ത് CITA സമീപിച്ചത്. അതായത് അദ്ദേഹം പോയത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ പോയതിൻ്റെ കാരണം എന്താണെന്ന് അദ്ദേഹം മിതവാദിയായി പറഞ്ഞു. കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുകയോ അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. ഈ പറയുന്ന സർവീസ് ചട്ടങ്ങൾ അവർ പാലിച്ചില്ല എന്നതാണ് പറഞ്ഞത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് CPI എന്ന് പറയുന്ന വകുപ്പിൽ അവരുടെ മന്ത്രി പ്രസാദ് പോലും അറിയാതെ ഇത്തരത്തിൽ കഴിവും എഫിഷ്യൻറ്റുമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ എടുത്ത് തൂക്കി ഇങ്ങോട്ടടിച്ച് പെരുമാറുമ്പോൾ നട്ടലുള്ള ഉദ്യോഗസ്ഥർ ഇന്നും ഈ കേരളത്തിലൂടെ ഉണ്ടെന്നും അതിനെ ചോദ്യം ചെയ്ത് അവരത് നേടാനുള്ള കാര്യങ്ങൾ നേടിയെടുക്കും എന്നുള്ളതും സർക്കാർ മനസ്സിലാക്കണം. സർക്കാരിനെ നിയന്ത്രിക്കുന്ന CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ആ ധാർഷ്ട്യമുള്ളവർ കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ വന്നിരിക്കുന്ന നടപടിയിലൂടെ കേരള സമൂഹവും മന്ത്രിസഭയും മനസ്സിലാക്കുന്നത് എന്നാണ് ഇതിൻ്റെ സാരം.